ഹായ് നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക. ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് പാലക്കാട്. കടൽത്തീരം കൂടുതലുള്ള ജില്ല കണ്ണൂര്. ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം. ഏത് മാത്രമാണ് ശരിയായിട്ടുള്ള ആൻസർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ? ഏറ്റവും വലിയ ജില്ല ഏതാണ്? നമുക്കറിയാം ഇടുക്കി എന്ന മിടുക്കിയാണ് പാലക്കാട് പിന്തള്ളിക്കൊണ്ട് ഇടുക്കിയാണ്. അപ്പൊ തെറ്റാണ് ആൻസർ. കടൽത്തീരം കൂടുതലുള്ള ജില്ല കണ്ണൂർ തന്നെയാണ് അല്ലെ. ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയല്ല, അത് വയനാടാണ്. അപ്പോൾ തെറ്റാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം. എല്ലാം കൂടുതൽ ഏത് തന്നെയാണ്? മലപ്പുറം തന്നെയാണ്. അപ്പൊ നമുക്ക് ഏതാണ് ശരി ആൻസർ? ഏതാണ് ശരി? ഓപ്ഷൻ 2 മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ അല്ലെ. ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് അല്ലെ. ജനസംഖ്യ കൂടുതലുള്ള ജില്ല മലപ്പുറം. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. ജനസാന്ദ്രത കൂടിയ ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. സാക്ഷരത കൂടിയ ജില്ല ഏതാണ്? സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ട. സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട് അല്ലെ. സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ല കണ്ണൂരാണെങ്കിൽ സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പ്രതിഭകളുടെ നഗരം എന്നറിയപ്പെടുന്ന കോഴിക്കോടാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? തെറ്റാണ് അല്ലെ. ഏതാണ്? അത് തിരുവനന്തപുരമാണ്. ചുമർചിത്ര നഗരം എന്നറിയപ്പെടുന്നത് അത് ഏതാണ്? അത് തിരുവനന്തപുരമല്ല, കോട്ടയമാണ് മക്കളെ. അത് തെറ്റാണ്. കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് വയനാട്. ശരി തന്നെയാണ്. കരിമ്പനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് പാലക്കാട് തന്നെയാണ്. അപ്പൊ 3ഉം 4ഉം അവിടെ ശരിയായിട്ടുള്ള ആൻസർ ആണ് അല്ലെ. കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? എറണാകുളമാണ് അല്ലെ. സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. നിത്യഹരിത നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? നിത്യഹരിത നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ആരാധനാലയങ്ങളുടെ നാട്, പടയണികളുടെ നാട് എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട അല്ലെ. കിഴക്കിന്റെ വെനീസ്, ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ് അല്ലെ. കുടിയേറ്റക്കാരുടെ ജില്ല കേരളത്തിന്റെ പിന്നെന്താണ്? പഴക്കൂട. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഇടുക്കിയാണ് അല്ലെ. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏറ്റവും വലിയ ജില്ല എന്നറിയപ്പെടുന്ന ഇടുക്കിയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. പൂരങ്ങളുടെ നാട്, സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. സത്യത്തിന്റെ തുറമുഖം, ശില്പ നഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോട്. തെയ്യങ്ങളുടെ നാട്, കേരളത്തിന്റെ കിരീടം എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ചുവടെ കൊടുത്തിരിക്കുന്ന സൂചനകൾ പരിശോധിച്ച് ജില്ല ഏതെന്ന് തിരിച്ചറിയുക. 1949 ജൂലൈ 1 രൂപം കൊണ്ടു. കേരള ബാങ്കിന്റെ ആസ്ഥാനം നിലകൊള്ളുന്നു. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? ജനസാന്ദ്രത കൂടിയ ജില്ലയായ തിരുവനന്തപുരമാണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ സ്ഥാപിതമായ സ്ഥലം സർവകലാശാല 1937 സ്ഥാപിതമായ ജില്ല. കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ഒക്കെ ഏതാണ്? തിരുവനന്തപുരം അല്ലെ. ടെക്നോ പാർക്ക്. 5 തെങ്ങ് കലാപം നടന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ല തന്നെയാണ് എന്നും കൂടി മനസ്സിലാക്കുക. കേരള ബാങ്ക് എന്താണ്? കേരള ബാങ്ക് അതുകൂടെ 2019 അല്ലെ രൂപം കൊണ്ട ബാങ്കാണ് കേരള ബാങ്ക് അല്ലെ. CEO ആണ് PS രാജനാണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം,
താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായ വസ്തുത തിരഞ്ഞെടുക്കുക. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് കോട്ടയം ജില്ലയിലെ ചടയമംഗലത്താണ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? ശരിയാണോ? കോട്ടയത്തല്ല. ഏത് ജില്ലയാണ്? കോട്ടയത്തല്ല. ഏതാണ്? കൊല്ലമാണ്. ഏതാണ്? കൊല്ലമാണ്. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. അത് ശരിയാണ്. 2010 അല്ല വന്നത്. അത് എപ്പോഴാ വന്ന്? ഇമ്പോർട്ടന്റ് ആണ് ഈ ഡേറ്റ്. 2008 കേരളത്തിലെ ആദ്യ ദേശീയ ജലപാത നാഷണൽ വാട്ടർവൈസ് 3 ബന്ധിപ്പിക്കുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. നമുക്കറിയാം അല്ലെ? കൊല്ലം മുതൽ കോട്ടപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പമ്പയിലാണ് എന്ന് പറയുന്നു. ആണോ? ആണോ? പാലരുവി വെള്ളച്ചാട്ടം തെറ്റാണ് അല്ലെ? അപ്പൊ അത് തെറ്റാണ്. പമ്പയിലാണോ? അല്ല, കല്ലടയിലാണ്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ 1, 2, 4 മാത്രമാണ് മക്കളെ അവിടെ എന്താണ് ശരിയായിട്ടുള്ളത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എപ്പോഴാണ് കൊല്ലം ജില്ല നിലവിൽ വന്നത്? 1949 ജൂലൈ 1 തീയതിയാണ് വന്നത്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അല്ലെ? ആയിരം ഓർമ്മയുണ്ടോ? കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിതമായത് പുനലൂരിലാണ്. ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം, അറബിക്കടലിന്റെ രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? കൊല്ലമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലായിട്ട് അബ്കാരി കോടതി കൊല്ലം ജില്ലയിലുള്ള കൊട്ടാരക്കരയിലാണ് എന്ന് കൂടി ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം. ചേരുംപടി ചേർക്കുക. കോന്നിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് ചേരുംപടിയാണ് അല്ലെ? ഏത് വർഷമാണ് കോന്നി? 1988 മാരമൺ കൺവെൻഷൻ 1895. കോന്നി ആനക്കൂട് സ്ഥാപിതമായത് 1942. കോഴഞ്ചേരി പ്രസംഗം 1935 അല്ലെ? സി കേശവൻ ഓർമ്മയുണ്ടോ? മുതുകുളം പ്രസംഗമല്ല, കോഴഞ്ചേരി ആണ് അല്ലെ? അപ്പോ ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മുതുകുളം പ്രസംഗം ആരാണ്? ആരാണ്? മന്നത്ത് പത്മനാഭനാണോ? അടുത്ത ചോദ്യം. കേരളത്തിലെ പ്രസിദ്ധമായ ചില സ്ഥലങ്ങളും അവയുടെ പ്രാചീന നാമങ്ങളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അവയിൽ തെറ്റായത് കണ്ടെത്തുക. പുറക്കീഴ്നാട് എന്നറിയപ്പെടുന്നത് പാലക്കാടാണ് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? പറ്റില്ല. ഏതാണ്? വയനാടാണ് അല്ലെ? കരപ്പുറം, ചേർത്തല ശരിയാണ് അല്ലെ? ഓടനാട്, കായംകുളം ശരിയാണ്. ബെച്ചുമിനി എന്നറിയപ്പെടുന്നത് ചെങ്ങന്നൂർ അല്ല. ഏതാണ് മക്കളെ? അത് കാർത്തികപ്പള്ളിയാണ്. അപ്പൊ അത് ഓപ്ഷൻ 4 അപ്പൊ ഏതാണ്? അത് തെറ്റാണ്. 1, 4 അവിടെ തെറ്റായിട്ടുള്ളത്. 1, 4 അവിടെ തെറ്റായിട്ടുള്ളത് അല്ലെ? മാർത്ത എന്നറിയപ്പെടുന്ന ഏതാണ്? കരുനാഗപ്പള്ളി, ചമ്പകശ്ശേരി എന്നറിയപ്പെടുന്ന അല്ലെ? കേട്ടിട്ടില്ലേ? അമ്പലപ്പുഴ. പിന്നെന്താണ്? ബറൈക്ക എന്നറിയപ്പെടുന്ന പുറക്കാട്, ഓണാട്ടുകര, മാവേലിക്കര എന്നൊക്കെ പഠിച്ചു വെക്കുക. അതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. OAK എക്സാമിന് എന്തായാലും ഉണ്ടാവും. അടുത്ത 7ാമത്തെ ചോദ്യം. തന്നിരിക്കുന്നവയിൽ കുട്ടനാടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തി ശരിയായവ തിരഞ്ഞെടുക്കുക. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശം പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നു. ശരിയാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം ശരിയാണോ? തെറ്റാണ് അല്ലെ? അത് നൂറനാടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വേമ്പനാട്ടുകായൽ സ്ഥിതി ചെയ്യുന്നത് ശരിയാണ്. 1, 2, 4 മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ളത്. ആണോ? സമുദ്രനിരപ്പിലും താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശമാണ് ഇത് കുട്ടനാടിലെ. നെതർലാൻഡ്, ഹോളണ്ട് ഒക്കെ അറിയപ്പെടില്ലേ? നെല്ലറ എന്ന പേരിൽ അറിയപ്പെടും. പിന്നെ അതുപോലെ കുട്ടനാടിന്റെ കഥാകാരൻ ഇതിഹാസമൊക്കെ അറിയപ്പെടുന്ന ആരാണ്?
തകഴിയാണ് എന്നും കൂടി ഓർമ്മിക്കുക. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന പ്രദേശം കൂടിയാണ് ഏത് ഈ കുട്ടനാട് എന്നും കൂടി മനസ്സിലാക്കുക. കുട്ടനാട് വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു പദ്ധതി ഉള്ളതാണ് തണ്ണീർമുക്കം ബണ്ട് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ ജില്ലകളും അവയെ രൂപം കൊണ്ട വർഷങ്ങളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നവർ അവയിൽ ശരിയായത് കണ്ടെത്തുക. 1972 ജനുവരി 26 വയനാട് പറഞ്ഞാൽ അത് തെറ്റാണ്. വയനാട് എപ്പോഴാ വന്നത്? 1980 അല്ലെ, നവംബർ 1 എന്ത് വന്നത്? വയനാട് വന്നത്. 1958 ഏപ്രിൽ 1 എറണാകുളം വന്നത്. ശരിയാണ്. തൃശ്ശൂര് 1949 ജൂലൈ 1 വന്ന്. അപ്പൊ അതും തെറ്റാണ്. 49 ജൂലൈ 1 തൃശ്ശൂർ ജില്ല വന്നത്. 1980 നവംബർ 1 പത്തനംതിട്ട വന്നത്. അല്ല, എപ്പോഴാണ്? 1982 എന്ത് വന്ന്? പത്തനംതിട്ട വന്നത്. നവംബർ 1 വന്നത്. അപ്പൊ അതും തെറ്റാണ്. നമ്മളുടെ ആൻസർ അവിടെ 2 മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ളത് അല്ലെ. വയനാട് പത്തനംതിട്ടയൊക്കെ വയനാട് 80, പത്തനംതിട്ട 82 വന്നത്. കാസർഗോഡ് 84 കേട്ടോ. കാസർഗോഡ്. മലപ്പുറം 69 മലപ്പുറം വന്നത്. വേമ്പനാട്ട് പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? വേമ്പനാട്ട് പക്ഷി സങ്കേതം ഏതാണ്? കുമരകമാണ് വേമ്പനാട്ട് പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കുമരകം അല്ലെ. മംഗളവനം ഏതാണ്? കൊച്ചിയാണ്. ചൂരന്നൂര് പാലക്കാട് തന്നെയാണ്. തട്ടേക്കാട് ഏതാണ്? തട്ടേക്കാട് എറണാകുളം അല്ലെ. കോട്ടയം ജില്ലയിലെ കായലോര വിനോദസഞ്ചാര കേന്ദ്രമാണ് ഏത്? ഈ കുമരകം എന്നറിയപ്പെടുന്നത്. വേമ്പനാട്ട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വേമ്പനാട്ട് പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നു കേട്ടോ. കുമരകം പക്ഷി സങ്കേതം ആദ്യം അറിയപ്പെട്ട പേരാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേരിലാണ്. പക്ഷി നിരീക്ഷണ ആരുടെ പേരാണ്? ഗാർഡൻ ഓഫ് ഫീദർ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കൂടിയാണ് കേട്ടോ. താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് കുമരകത്താണ് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. വയനാട് ജില്ലയിലെ പ്രധാന സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങളും ചുവടേക്ക് കൊടുത്തിരിക്കുന്നു. അവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇഞ്ചി ഗവേഷണ കേന്ദ്രം, ഇഞ്ചി ഗവേഷണ കേന്ദ്രം ചൂണ്ടലല്ല. ഏതാണ് ആൻസർ? അവിടെ അമ്പലവയലാണ് അല്ലെ. അമ്പലവയൽ. അപ്പൊ അത് തെറ്റാണ്. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് പൂക്കോട്, അത് ശരിയാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുത്തൂരല്ല, അത് എന്താണ്? അതാണ് ചൂണ്ടൽ കേട്ടോ. റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ആണ് അമ്പലവയൽ. അത് ശരിയല്ലേ? അപ്പൊ അത് ശരിയാണ്. നമ്മളുടെ ആൻസർ ഏതാണ്? തെറ്റായതാണ്. അപ്പൊ 1ഉം 3ഉം എന്താണ് മക്കളെ? അവിടെ തെറ്റായിട്ടുള്ള ആൻസർ ആണ് അല്ലെ. 1ഉം 3ഉം എന്താണ്? അവിടെ തെറ്റായിട്ടുള്ള ആൻസർ ആണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ആണ് ഏത്? ഈ പുത്തൂർ വയൽ കേട്ടോ. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ആണ് ഏത്? ഈ പുത്തൂർ വയൽ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അംബേദ്കർ മെമ്മോറിയൽ ആണ് ഏത്? കൽപ്പറ്റ അല്ലെ. അംബേദ്കർ മെമ്മോറിയൽ എന്ന റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് ആണ് കൽപ്പറ്റയിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അടുത്ത കുറച്ച് ഇംഗ്ലീഷ് നമുക്ക് എക്സാം പഠിക്കാനുണ്ടാവും അല്ലെ. ദ പ്രിൻസിപ്പൽ ആൻഡ് ചെയർമാൻ ഡാഷ് ദ മീറ്റിംഗ്. എന്താണ് അവിടെ വരുന്നത്? ദ പ്രിൻസിപ്പൽ ആൻഡ് ദ ചെയർമാൻ എന്താണ് മക്കൾ അവിടെ ആൻസർ വരുന്നത്? ASMനും BFAക്കൊക്കെ എന്താണ് വേണം? ഇംഗ്ലീഷും മലയാളം ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റുള്ളൂ. എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക അല്ലെ. Has not attended the meeting. The principal. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ പ്രിൻസിപ്പളും ചെയർമാനും എന്താണ് മക്കളെ? ഒരാളാണ്. അതുകൊണ്ട് എന്ത് ഉപയോഗിക്കുന്നു? പ്രിൻസിപ്പളും ചെയർമാനും ഒരാളാണ്. അപ്പോഴെന്ത് ഉപയോഗിച്ചു? അവിടെ ഹാസ് എന്ന് ഉപയോഗിച്ചു അല്ലെ. ഇവിടെ ഇപ്പൊ 2 പേരാണ് വെച്ചോ. ദ പ്രിൻസിപ്പൽ ആൻഡ് ദ ചെയർമാൻ ആണെങ്കിലോ, അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കും? ഹാവ് എന്ന് ഉപയോഗിക്കും. മനസ്സിലായോ? അതായത് ഇവിടെ ദ പ്രിൻസിപ്പൽ ആൻഡ് ദ ചെയർമാൻ ആയിരുന്നെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം?
ഹാവ് എന്ന് ഉപയോഗിക്കാം ആയിരുന്നു. ഇവിടെ എന്താണ് രണ്ടുപേരായുള്ള ഒരാളാണ്. ഓപ്ഷനില് എന്താണ് ഓപ്ഷൻ എയും ബിയും എന്താണ് അവിടെ പാസീവ് വോയിസ് ആണ്. ശ്രദ്ധിച്ചോ അല്ലെ? ഇവിടെ അപ്പൊ ഈ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യും? പാസീവ് വോയിസ് ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? സബ്ജക്റ്റിനും വെർബിനും ഇടയിൽ എന്ത് അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഹാസ് നോട്ട് അറ്റൻഡ് മീറ്റിംഗ്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത many a cup and saucer has many a cup and saucer dash be broken. എന്താണ് ആൻസർ വരിക? ഇംഗ്ലീഷും മലയാളം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റിൽ വരില്ല കേട്ടോ. പഠിച്ചോ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. many a cup and saucer എന്താ വരിക? അവിടെ has been broken അല്ലെ? ഇവിടെ എന്താണ് many a cup and saucer പറഞ്ഞ അവിടെ എന്താ മക്കളെ? അവിടെ അതൊരു സിംഗുലർ സബ്ജക്റ്റ് അല്ലേ? സിംഗുലർ സബ്ജക്റ്റ് അല്ലേ? ആണോ? ആണ്. പക്ഷെ എന്താണ് അവിടെ അർത്ഥം? എന്താണ്? അതൊരു ബഹുവചനത്തിലാണ് അല്ലെ? അല്ലെ? many cups അല്ലെ? ഓക്കെ. many cups and saucers അല്ലെ? many ഏക്ക് ശേഷം സിംഗുലർ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. മനസ്സിലായോ? അപ്പൊ അവിടെ എന്താ വേണ്ടത്? has been broken. അടുത്ത bread and butter dash good for breakfast. ഏതാ മനസ്സിലായ ആൻസർ വരിക? ഈസ് അല്ലെ? ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ്. എന്തുകൊണ്ടാണ്? ബ്രെഡും ബട്ടറും രണ്ട് വസ്തുക്കളാണെങ്കിലും അല്ലെ? ബ്രെഡും ബട്ടർ രണ്ടാണെങ്കിലും പക്ഷെ അത് രണ്ട് യൂണിറ്റ് ആയിട്ടാണോ? ഒരു യൂണിറ്റ് ആയിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. അതുകൊണ്ട് അവിടെ സിംഗുലർ വെർബ് നമ്മൾ എന്ത് ചെയ്താൽ മതി? യൂസ് ചെയ്താൽ മതി. മനസ്സിലായതോ? മനസ്സിലായോ? അതായത് ബ്രെഡ് തിന്നുന്നത് എന്താണ്? നമ്മൾ ബ്രെഡ് തിന്നതിന് ശേഷമല്ലേ? ശേഷമല്ല ബട്ടർ കഴിക്കുകയാണോ? ബ്രെഡ് തിന്നു കഴിഞ്ഞിട്ടാണോ നമ്മൾ ബട്ടർ കഴിക്കുക? അല്ല. ബ്രെഡിന് മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ബ്രെഡിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യാ? ബട്ടർ തേക്കുക അല്ലെ? അതിനാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? സിംഗുലർ യൂസ് ചെയ്താൽ മതി എന്ന് മനസ്സിലാക്കാം. അതായത് നമ്മൾ ബ്രെഡിന് മേലെ ജാമ തേക്കില്ലേ? അതിന്റെ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. ജാമ മുക്കി മുക്കി നമ്മൾ കഴിക്കുമോ? ഇല്ലല്ലോ. Then either my shoes or you got dash always on the floor. എന്താ ആൻസർ വരിക? ഓപ്ഷൻ ഈസ് അല്ലെ? ബി ആണ് വരിക. ഈസ് അല്ലേ വരിക? ആണോ? അല്ലെ? ഓപ്ഷൻ ബി ആണ് അവിടെ വരുന്നത്. എന്തുകൊണ്ടാണ്? ഓറ്, ഐദർ ഓറ്, നൈദർ നോറ്, നോട്ട് ഓൺലി, പിന്നെന്താണ് ബട്ട് ഓൾസോ എന്നിവ കൊണ്ട് രണ്ട് നൗൺസിനെ നമ്മൾ യോജിപ്പിക്കുമ്പോ രണ്ടാമത്തെ നൗണിനെ ആശ്രയിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യാ? വെർബ് വരുന്നത്. രണ്ട് നമ്മൾ യോജിപ്പിക്കുമ്പോ രണ്ടാമത്തെ നൗണിനെ ആശ്രയിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാ? വെർബ് വരുന്നത്. ഇവിടെ രണ്ടാമതായി വരുന്ന സബ്ജക്ട് എന്താണ്? യുവർ കോട്ട് അല്ലെ? അതവിടെ എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് അല്ലേ? ആയതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും? നമ്മള് സിംഗുലർ വെർബായ ഈസ് ഉപയോഗിക്കുന്നു. മനസ്സിലായ? ഓക്കെ. അടുത്ത ചൂസ് ദ കറക്റ്റ് സെന്റൻസ് ഫ്രോം ദ ഫോളോയിങ്. ഏത് ആൻസർ വരിക? neither of the two plans was approved. Neither of the two plans was approved. Neither of the two plans were approved. Neither of the two plans are approved. ഏത് ആൻസർ വരിക? ഓപ്ഷൻ എ വരും. Neither of the two plans was approved അല്ലെ?
neither of ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. neither of ശേഷം എന്തായിരിക്കും പറഞ്ഞേ? എന്തായിരിക്കും? പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. either of, one of, each of, every one of എന്നിവയ്ക്ക് ശേഷം പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബും ഉപയോഗിക്കണം. ഓക്കെ, എഴുതി വെക്കുക. ഇട്ട് നിന്ന് പരീക്ഷയ്ക്ക് വേണം. 70 kilos dash not what they want. ഏതാ ആൻസർ വരിക? 16. ഓപ്ഷൻ സി ഈസ് ആണ് അവിടെ വരിക അല്ലെ. എമൗണ്ട്, ഡിസ്റ്റൻസ്, ഹൈറ്റ്, പീരീഡ് ഓഫ് ടൈം എന്നിവയൊക്കെ എന്താണ്? ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. അവിടെ എന്താ ഉപയോഗിക്കുക? സിംഗുലർ വെർബ് ആയിട്ട് വേണം ഉപയോഗിക്കുക. ഇതിനടുത്ത് the police dash questioning the suspects. എന്താണ്? പോലീസ് എന്ത് ചെയ്യും? പോലീസ് അല്ലെ, പോലീസ് questioning the suspects. ഇവിടെ നോക്കുമ്പോ നമുക്ക് എന്ത് തോന്നും? സിംഗുലർ നൗൺ ആയിട്ടൊക്കെ തോന്നുമെങ്കിലും പോലീസ് എന്താണ്? അവിടെ പ്ലൂറൽ നൗൺ ആണ്. അപ്പൊ പ്ലൂറൽ വെർബ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 100 rupees dash enough for the tax. Right. എന്താ 100 rupees ഒരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക അല്ലെ. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും? സിംഗുലർ വെർബ് ആണ് ഉപയോഗിച്ചാൽ മതി എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇംഗ്ലീഷ് വന്നപ്പോ ഓടിയില്ലേ? നിങ്ങളുടെയാണ് ആവശ്യം എന്ന് മനസ്സിലാക്കിക്കോ. The number of soldiers killed in the war dash not large. എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ബി വാസ് ആണ് വരിക അല്ലെ. നമ്പർ ഓഫ് ശേഷം എന്ത് ചെയ്യാ? പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ഉപയോഗിക്കണം അല്ലെ. എന്നാൽ നമ്പർ ഓഫ് ആണെങ്കിലോ പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ്? ദ നമ്പർ ഓഫ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് വേണം? പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ഉപയോഗിച്ചാൽ മതി. ആൻസർ വാസ് ആണ് അവിടെ വരിക. ക്ലിയർ ആയോ?